2016 തമിഴ്നാട് തെരഞ്ഞെടുപ്പായിരുന്നു സുനിൽ കനകോലുവിന് ലഭിച്ച ആദ്യത്തെ ദൗത്യം. തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം.കെ. സ്റ്റാലിനി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയാണ് സുനിലിന്റെ വരവ്. നമുക്ക് നാമേ എന്നായിരുന്നു DMKയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. തമിഴ്നാടിന്റെ ഹൃദയത്തിൽ സ്റ്റാലിൻ എന്ന ബ്രാൻഡ് പതിപ്പിച്ചാണ് പ്രചരണം അവസാനിച്ചത്. സ്റ്റാലിന്റെ പ്രതിച്ഛായ ഉയർത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിരുന്നു അത്. അടുത്തതായി സുനിലിനെ തേടിയെത്തിയത് അമിത്ഷായുടെ ഫോൺ കോളായിരുന്നു. 2018 ഡൽഹിയിൽ വെച്ച് അമിത്ഷാ കനകോലു കൂടിക്കാഴ്ച. ഉടൻ നടക്കാനിരിക്കുന്ന UP, കർണാടക, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പുകളുടെ ക്യാമ്പയിനായിരുന്നു കനകോലുവിന് ലഭിച്ച ദൗത്യം. 2019 DMK ക്യാമ്പിലേക്ക് കനകോലു മടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ലക്ഷ്യം. 39 സീറ്റിൽ 38 എണ്ണത്തിലും വിജയിക്കാൻ കഴിഞ്ഞതോടെ UPA മുന്നണിക്ക് തന്നെ വലിയ മുതൽക്കൂട്ടായി. 2021 തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ സുനിൽ മാറി പ്രശാന്ത് കിഷോർ വന്നു. ഇതേ വർഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സുനിൽ കനകോലുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും കൂടിക്കാഴ്ചക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നത്. കർണാടകയിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ തന്ത്രങ്ങൾ മെനയാനുള്ള ദൗത്യം കനകോലുവിനെ ഏൽപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് കർണാടകയിൽ അധികാരത്തിൽ വരികയായിരുന്നില്ല. വളരെ വ്യക്തവും കൃത്യതയുമുള്ള പ്രവർത്തന തന്ത്രമായിരുന്നു കനകോലു അവിടെ ആസൂത്രണം ചെയ്തിരുന്നത്.